ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏതാണ്ട് ഒരു വലിയൊരു പാലത്തിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ അത് പാലം എന്ന് വെച്ചാൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ്. പാലത്തേക്കൂടെ കയറി നമുക്ക് അപ്പുറത്തിറങ്ങാം. ആ കൂട്ടത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വ്ളോഗ്സിലും, അതായത് നമ്മൾ വീട് ഷിഫ്റ്റായി കഴിഞ്ഞിട്ടുള്ള എല്ലാ വ്ളോഗിലും ഞാൻ ഈ ഒരു പാലം കാണിക്കുന്നുണ്ടായിരുന്നില്ലേ. കാരണം ഇവിടെ കുറേ നാളായിട്ട്, നമ്മളിവിടെ വരുന്നതിന് മുന്നേ മുതൽ തന്നെ ഇവിടെ പണി നടക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഇതിൻ്റെ റൂഫിലൊക്കെ കയറിയുമൊക്കെ ആൾക്കാർ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ബുധനാഴ്ച 29-ാം തീയതി ഷാർജ അർബൻ പ്ലാനിംഗ് കൗൺസിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തു കൊടുത്തു. ആ ദിവസം തന്നെ ഷാർജയിൽ 4 ഫുട് ഓവർ ബ്രിഡ്ജാണ് ഇതുപോലെ ഇനോഗ്രേഷൻ നടന്നത്. ഒരെണ്ണം കിങ് ഫൈസൽ സ്ട്രീറ്റില്, ഒരെണ്ണം കിങ് അബ്ദുൾ അസീസ് സ്ട്രീറ്റില്, ഒന്ന് അൽ ഇത്തിഹാദ് സ്ട്രീറ്റില്, പിന്നെ 4-മത്തേത് അൽ വർദ സ്ട്രീറ്റില്. അപ്പൊ നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന അൽ ഇത്തിഹാദ് സ്ട്രീറ്റിലുള്ള ദുബൈയും ഷാർജയും കണക്ട് ചെയ്യുന്ന മെയിൻ ഹൈവേക്ക് മുകളിലൂടെ പോകുന്ന ഈ ഫുട് ഓവർ ബ്രിഡ്ജിലാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. ഈ 4 പാലവും ഏകദേശം 100 മില്യൺ ദിർഹംസ് ചെലവിട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ലൈറ്റും വെൽ സെറ്റപ്പായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇത് റോഡിന് കുറുകെ ഉള്ളൊരു പാലമാണ്. അതായത് നമുക്ക് റോഡിലോ വണ്ടികൾ പോകുമ്പം അതുവഴി ക്രോസ് ചെയ്യാതെ പകരം എന്നാൽ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ ഉള്ള സൗകര്യത്തിനാണ് ഇങ്ങനെയുള്ള പാലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ 4 പാലങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഈ 4 പാലങ്ങളുടെ ലൊക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അവർ കുറേ സ്റ്റഡി ചെയ്തത്, അതായത് ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റഡീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ 4 ലൊക്കേഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ പെഡസ്ട്രിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസ് നടക്കുന്ന ലൊക്കേഷൻസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ, അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, റോഡ് വെറുതെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഒന്നീ ഒരു സീബ്ര ക്രോസിംഗ് വേണം, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഫുട് ഓവർ ബ്രിഡ്ജ് വേണം. അല്ലാതെ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലീസിന്റെ മുന്നിലോട്ടാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ 200 ദിർഹംസ് ആണ് ഫൈന്. അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെ ഫൈൻ അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ 4 ഫുട് ഓവർ ബ്രിഡ്ജ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്ന
പോകുന്ന ഈ അൽ ഇത്തിഹാദ് സ്ട്രീറ്റിലുള്ള ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ദുബൈയും ഷാർജയും കണക്ട് ചെയ്യുന്ന മെയിൻ ഹൈവേയിലാണ്. അതായത് ദുബായിൽ നിന്ന് ഷാർജയിലോട്ടുള്ള എൻട്രൻസിൽ തന്നെയാണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ ദുബായിൽ നിന്ന് വരുന്നവർക്ക് രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു പാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള പാലങ്ങളെക്കാട്ടിൽ ഇതിന് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടൊരു വലിയ ആർച്ചും ഒക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു പാലം ഇവര് 2013 അനൗൺസ് ചെയ്തത്. ഇത് ഞാൻ വായിച്ചത് പ്രകാരം പബ്ലിക്കിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു പാലം ഇവരിവിടെ കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 2013 അനൗൺസ് ചെയ്തിട്ട് 2016 ഇതിന്റെ ഡിസൈനിന് അപ്രൂവൽ ആയതാണ്. എന്നിട്ട് 2019 ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നൊരു പാലമാണ്. പക്ഷേ 2020 ആയപ്പോഴാണ് എന്തായാലും കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഈദിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് പബ്ലിക്കിന് കൊടുത്തിരിക്കുവാണ് ഷാർജ അർബൻ പ്ലാനിംഗ് കൗൺസിൽ ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ്. ഇതല്ല, ബാക്കി 3 കൂടെ ചേർത്ത് മൊത്തം 4 ഫുട് ഓവർ ബ്രിഡ്ജ്. ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ താഴേന്ന്, അതായത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് താഴേന്ന് ഒരു സ്പൈറൽ രീതിയിലാണ് ഇത് പോകുന്നത്. എന്നിട്ട് ഏറ്റവും മുകളിൽ, അതായത് റോഡിന്റെ നേരെ മുകളിലെത്തുമ്പോൾ നേരെ ലെവലായിട്ട് പോകുന്ന ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണിത്. ഇതിന്റെ ഇടയ്ക്കായിട്ട് സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് സ്ലോപ്പ് വഴി പോകാൻ താല്പര്യമില്ലാത്തവർക്ക് സ്റ്റെപ്സ് വഴി പോവാം. അപ്പോൾ സ്ലോപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ സൈക്കിളിൽ പോവുകയും വരികയും ചെയ്യാം. പക്ഷേ അവിടെ ഇൻസ്ട്രക്ഷൻ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, സൈക്കിൾ ചവിട്ടി പോകാൻ പാടില്ല, സൈക്കിള് ഉരുട്ടിക്കൊണ്ട് വേണം പോകാനായിട്ടെന്ന്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയാണ് അവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ്, അതായത് അൽ ഇത്തിഹാദ് സ്ട്രീറ്റിലുള്ള ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അൽ നഹദേം അൽ തവാന്യം കണക്ട് ചെയ്യുന്നൊരു ഫുട് ഓവർ ബ്രിഡ്ജാണ്. ഇത് 295 മീറ്റർ നീളമാണ്, 295 മീറ്റർ ലോങ്, അതുപോലെ തന്നെ 4 മീറ്റർ വൈഡ്, 4 മീറ്റർ വിഡ്ത്തും ഉള്ളൊരു പാലമാണ്. അത്യാവശ്യം ആൾക്കാർ കയറിപ്പോയാലും ക്രൗഡഡ് ആയിട്ട് തോന്നാത്ത രീതിയിൽ നല്ല വീതിയും നീളവുമുള്ളൊരു പാലമാണിത്. മാത്രമല്ല ഇതിന്റെ റെയിൽസിലൊക്കെ കൊച്ചു കൊച്ചു ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റെയിൽസിൽ മാത്രമല്ല മുകളിൽ റൂഫുണ്ട്, കവേർഡ് ആയിട്ടുള്ളൊരു ഫുട് ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ അതിന്റെ മുകളിലും ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർച്ചിലും നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി പോകുന്നവർക്കാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് പോകാം. ഇരുട്ടൊന്നും അല്ല, നല്ല ലൈറ്റ് ഒക്കെ ഉള്ള രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാലമാണിത്. അൽ നഹദയിൽ നിന്ന് നമ്മൾ ഈ പാലത്തെ കയറി അൽത്തവാൻ ഏരിയയിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു സിറ്റി ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ സൈഡിലോട്ടാണ് ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ചെന്ന് ഇറങ്ങുന്നത്. നേരെ മുകളിൽ, പാലത്തിന്റെ നേരെ മുകളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ദുബായിൽ നിന്ന് ഷാർജയിലോട്ടും ഷാർജയിൽ നിന്ന് ദുബായിലോട്ടും പോകുന്ന വണ്ടികളുടെ
ആ ഒരു ലൈറ്റും കാര്യങ്ങളും പിന്നെ നമ്മൾ നിൽക്കുന്ന പാലത്തിൻ്റെ ലൈറ്റും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് നമുക്ക് മാത്രമല്ല, പാലത്തിൽ നിൽക്കുന്നവർക്കല്ല, വണ്ടിയിൽ ദൂരേന്ന് വരുന്നവർക്കും ഈ പാലത്തിൻ്റെ പല പല കളേഴ്സ്, ഈ കളേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. റെഡ്, പർപ്പിള്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ കളേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ദൂരേന്ന് വരുന്നവർക്കും. അപ്പം ഷാർജയിലോട്ട് ദുബായിൽ നിന്ന് വരുമ്പോൾ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇത്. ഇത് അൻസാർ മോളിന്റെ നേരെ അടുത്തായിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇവർ ഈ ലൊക്കേഷൻസ് സെലക്ട് ചെയ്തത് ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്ന ഏരിയാസ് നോക്കി പഠിച്ചിട്ടാണെന്ന്. ഈ അൻസാർ മോളിന്റെ മുന്നിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കാറുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അത് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ വരുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ സ്റ്റോപ്പാണ് അൻസാർ മോളിന്റെ മുന്നിൽ. ദുബായിലും അബുദാബിയിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട്, അതായത് അൽനാദ സൈഡിൽ ഇറങ്ങിയിട്ട് അൽത്തമാനിലേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പാലം അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഒരു പാലം ഇല്ലാത്തടത്തോളം കാലം അവിടെ ഒരുപാട് ആക്സിഡൻസ് നടക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ആക്സിഡൻസ് ഫ്രീക്വന്റ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാതെ പോകണമെങ്കിൽ പിന്നെ അടുത്തെങ്ങും സീബ്ര ക്രോസിംഗ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാലം ഉള്ളത് കൊണ്ട് ആൾക്കാർ മാക്സിമം, അതായത് പെഡസ്ട്രിയൻസിനുണ്ടാകുന്ന ആക്സിഡൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ആക്സിഡന്റ് പ്രോൺ ആയിട്ടുള്ള ഏരിയാസിന് ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ലൈറ്റും സെറ്റപ്പും ഒക്കെ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാലമാണിത്. അപ്പം ഞാനിപ്പം ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞ, അതായത് ബുധനാഴ്ച ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഇനോഗ്രേഷനോ പരിപാടികളോ ഒന്നുമില്ല. കാരണം ഇപ്പം കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് വലിയ ഇനോഗ്രേഷൻ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 1-2 അറബ് ഓഫീസേഴ്സ് വന്നിട്ട് അവർ കയറി പോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ്. കാരണം ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ബാൽക്കണി കൂടെ നോക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. കാരണം നമ്മളിവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഇതിന് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ ദിവസമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഓരോ ദിവസവും. അങ്ങനെയാണ് ഒരു ദിവസം ഇതുപോലെ ബുധനാഴ്ച അറബ് 2-3 ഓഫീസേഴ്സ് അതുവഴി വരുന്നതൊക്കെ കണ്ടത്. പിന്നെ ഖലീജ് ടൈംസിലും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പകലായിരുന്നു ഇനോഗ്രേഷൻ. നമ്മളിപ്പോൾ രാത്രി വന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ച് ലൈറ്റും കളർഫുള്ളൊക്കെ ആയിട്ടൊന്ന് കാണിക്കാം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, ചെറിയൊരു വിശേഷം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.